ഒരു കാര്യം ബിനു ചുള്ളിയിൽ പറഞ്ഞതിനോട് വളരെ ശക്തമായി വിയോജിക്കാതിരിക്കാൻ പറ്റില്ല. അന്ന് ശബരിമലയിൽ കയറിയ 2 യുവതികളെ ഷെയ്ഡി ക്യാരക്ടേഴ്സ് എന്ന് വിശേഷിപ്പിച്ചത് മഹാമോശമാണ്. നിങ്ങളത് പിൻവലിക്കണം. നിങ്ങളുടെ തൊട്ടുമുമ്പത്തെ KPCC പ്രസിഡന്റിന്റെ പേരിലുള്ള കേസ് എടുത്ത് അന്വേഷിച്ചാൽ അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടറാണെന്ന് വരും. ശ്രീ പ്രേംകുമാർ, അതിൽ ഒരാളെ പറ്റി ഞാൻ മുമ്പ് ഒരു സൂചന നൽകി. അതിൽ ആ കയറിയവരിൽ ഒരാൾ മുമ്പ് കെ സുരേന്ദ്രനോടൊപ്പം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുത്ത ആളാണ്. അല്ല, ഒരടിസ്ഥാനമില്ല. അതെങ്ങനെയാണ് ഷെയ്ഡി ക്യാരക്ടേഴ്സ് എന്ന് പറയാ? ഇങ്ങനെ പറയലാണോ ശരി? കെ സുധാകരന്റെ പേരിൽ ഇപ്പം നിലവിലുള്ള മോൺസൺ മാവുങ്കലിന്റെ കേസ് അനുസരിച്ച് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ അല്ലേ? യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക ക്ഷമതാ പരീക്ഷ നടത്തിയിരിക്കുന്നു. പരീക്ഷണം, അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ അല്ലേ? KC വേണുഗോപാലിന്റെ പേരിൽ ഉണ്ടായിരുന്ന കേസ് അനുസരിച്ച് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ അല്ലേ? വെറുതെ തന്നെ എന്താ പറയുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ആലോചിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന ആളുകളെ സ്ത്രീകളാവുമ്പം ഷെയ്ഡി ക്യാരക്ടർ എന്ന് അധിക്ഷേപിക്കുന്നത് വളരെ മോശമാണ്. ബിനുവിനെ പോലുള്ള ചെറുപ്പക്കാരനായ ഒരു കോൺഗ്രസ്സുകാരന് ഒരു കാരണവശാലും ഭൂഷണമല്ല. നിങ്ങളത് പിൻവലിക്കാൻ തയ്യാറാവണം. ഇനി അവർക്കെതിരെ എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ നിങ്ങളത് ഔദ്യോഗികമായിട്ട് പറയണം. അല്ലെങ്കിൽ അവരുടെ പേര് പറഞ്ഞു ഇവിടെ പറഞ്ഞാൽ നിങ്ങൾ നാളെ കോടതി കയറേണ്ടി വരും. യാതൊരു സംശയവും അക്കാര്യത്തിലില്ല. അതുകൊണ്ട് അത് പിൻവലിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ അയ്യപ്പ സംഘമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ വിചിത്രമാണ് ആ കാര്യങ്ങൾ. സത്യം പറഞ്ഞാൽ വളരെ വിചിത്രമാണ്. ദേവസ്വം ബോർഡ് ആദ്യം പറഞ്ഞതല്ല പിന്നെ പറയുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഫാക്റ്റ് എടുത്താൽ 8.22 crores എക്സ്പെൻസ് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു MOU ആണ് IIIC എന്ന് പറഞ്ഞ ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിലുള്ള സ്ഥാപനവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും തമ്മിൽ ഒപ്പുവെക്കുന്നത്. സെപ്റ്റംബർ 20 ഈ പരിപാടി നടന്നത്. സെപ്റ്റംബർ 30 IIIC അവരുടെ ബില്ല് കൊടുക്കുന്നു. 8.22 അല്ല 7.05 ആണ് ചിലവായതെന്ന് പറഞ്ഞിട്ട്. ഈ 8.22 ആണ് മൊത്തം എസ്റ്റിമേറ്റ്, അംഗീകരിച്ച എസ്റ്റിമേറ്റ് എന്നുള്ളത്. പ്രേംകുമാർ അത്രയും തുക കൊടുക്കില്ല എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു നേരത്തെ തന്നെ എന്നാണ്. ഇല്ല അത് കൊടുക്കില്ല എന്ന് നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ജയകുമാർ അങ്ങനെ പറയുന്നത് അല്ലല്ല, നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു പറയുന്നില്ല. ബില്ല് ജയകുമാർ പറഞ്ഞതാണ്. ഞങ്ങൾ ദേവസ്വം ബോർഡ് യോഗം ചെയ്ത് നടത്തിയ തീരുമാനമാണ്, അത് അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അല്ല, എന്താ വെച്ചാൽ ഇവർ സൈൻ ചെയ്തൊരു MOU ഉണ്ട്. ആ MOUയിൽ 8.22 ആണ്. ഇവർ സബ്മിറ്റ് ചെയ്തൊരു ബില്ലുണ്ട്, അത് 7.05 ആണ്. പ്ലീസ് പറയട്ടെ, എത്താനുള്ള എന്ത് അടിസ്ഥാനമാണ് നിങ്ങൾ പിന്നെ നിങ്ങളുടെ ഗവൺമെന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നിങ്ങളുടെ സമയത്ത് കറക്റ്റ് ചെയ്യൂ. പ്ലീസ് പ്രേംകുമാർ പറയും, നിങ്ങളുടെ സമയത്ത് കറക്റ്റ് ചെയ്യൂ. അവർ കൊടുത്തത് 7.5 ബില്ലാണ്. 8.22 ആണെന്നുള്ള നിലയ്ക്ക് 4.1 അഡ്വാൻസിന് ചോദിച്ചപ്പം ദേവസ്വം ബോർഡ് റിലീസ് ചെയ്തത് 3 CR ആയിരുന്നു. ആ എന്താ പറയുക, സെപ്റ്റംബർ 20 നടന്നു. സെപ്റ്റംബർ 30 ബില്ല് കൊടുത്തു. പിന്നെ നവംബർ 4 അടുത്ത സീൻ ഉണ്ടാവുന്നത്. അപ്പോഴാണ് പഴയ തീരുമാനം അനുസരിച്ച് 4.99 മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് സോർട്ട് ചെയ്യുക എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ ഓഡിറ്റ് റിപ്പോർട്ട് സമഗ്രമായിരുന്നില്ല എന്നും അത് ഓഡിറ്ററുടെ കുഴപ്പം കൊണ്ടല്ല, മറിച്ച് ഓഡിറ്റർ ചോദിച്ച ക്വയറീസ് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് ക്ലിയർ ചെയ്തിട്ടില്ല, ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓഡിറ്റർ കുറേ ക്വയറീസ് ഇടും, അതിൽ കുറേ എണ്ണത്തിന് റിപ്ലൈസ് എടുക്കും. റിപ്ലൈസ് എടുത്താൽ ചിലത് ഓഡിറ്റർ ആക്സെപ്റ്റ് ചെയ്യും, ചിലത് റിജക്റ്റ് ചെയ്യും. എന്നിട്ട് ജയകുമാർ സാർ കൃത്യമായിട്ട് പറയുന്നു 26 പുതിയ ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കുമെന്ന്. പക്ഷെ അപ്പോഴും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൃത്യമായിട്ട് പറയുന്നത് പോലെ ഞങ്ങൾ മാക്സിമം 4.99 കൊടുക്കുള്ളൂ. IIICക്ക് ചിലവ് എത്ര വന്നിരുന്നാലും അത് അവർ സഹിച്ചേ പറ്റുള്ളൂ എന്നാണ്. അതെങ്ങനെയാണ് നടക്കുക എന്ന് എനിക്കറിയില്ല. കാരണം ഒരു എൻറ്റിറ്റിയുമായിട്ടൊരു MOU എന്താ പറയുക, ഒരു MOU സൈൻ ചെയ്യുന്നു. പ്രോഗ്രാം നടന്നതിന് ശേഷം എന്താ പറയുക, ജോയിൻറ്റ് മെഷർമെൻറ്റ് ഷീറ്റ് 2 ടീമും കൂടെ വന്ന് എല്ലാ കണക്കുകളും എടുക്കുന്നു. 5000 കസേര ഇട്ടിട്ടുണ്ടോ, 4000 കിറ്റ് കൊടുത്തിട്ടുണ്ടോ, 2000 ചായ കൊടുത്തിട്ടുണ്ടോ, എല്ലാ കണക്കുകളും എടുക്കുന്നു. എന്നിട്ട് അവർ ബിൽ വിത്ത് ഓൾ സപ്പോർട്ടിങ് എവിഡൻസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര പൈസയെ കൊടുക്കുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് പറഞ്ഞാൽ ആ ജോയിന്റ് വെരിഫിക്കേഷൻ ബിൽ പ്രകാരം പലതും അങ്ങനെ നടന്നിട്ടില്ല എന്നാണ് ഓഡിറ്റർ പറയുന്നത്.